ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പം PSC സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ട് 2 ആണ്. ഇപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 2 ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടഫ്നെസ് ഓഫ് റോഡ് അഗ്രിഗേറ്റ് as മെഷേർഡ് ബൈ. അപ്പം നമ്മൾ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷനിൽ ഇമ്പോർട്ടൻറ്റ് റോളാണ് അഗ്രിഗേറ്റിനുള്ളത്. സോ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അഗ്രിഗേറ്റിനെ തറലി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി നമ്മൾ അഗ്രിഗേറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ടഫ്നെസ്, ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ഷേപ്പ് ഫാക്ടേഴ്സ് ആൻഡ് ഡ്യൂറബിലിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പാക്ട് ലോഡ്, എന്തെങ്കിലും ഇമ്പാക്ട് ലോഡിനുള്ള റെസിസ്റ്റൻസ് ആണ് ടഫ്നെസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഇമ്പാക്ട് ടെസ്റ്റാണ്. നെക്സ്റ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വെയർ ആൻഡ് ടയറിനുള്ള റെസിസ്റ്റൻസ് ആണ് ഹാർഡ്നെസ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അബ്രാഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ലോസ് ഏഞ്ചലോസ് അബ്രാഷൻ ടെസ്റ്റാണ് നമ്മൾ റോഡ് അഗ്രിഗേറ്റിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ലോഡ് വരുമ്പോഴുള്ള ക്രഷിങ്ങിനുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ക്രഷിങ് ടെസ്റ്റാണ് നമ്മൾ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷേപ്പ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഗ്രിഗേറ്റ് മാസിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിലെന്തുമാത്രം ഫ്ലേക്കി അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഷേപ്പ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ്, ഇലോങ്ങേഷൻ ഇൻഡെക്സ്, ആംഗുലാരിറ്റി നമ്പർ, ഇത്രയും കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു വെതറിങ് ആക്ഷൻ ആണ്. അതായത് ഫ്രീസിങ് ആൻഡ് തോയിങ് ഇങ്ങനെയുള്ള സൈക്കിൾസൊക്കെ വരുന്നതാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇത് കൂടാതെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടർ അബ്സോർപ്ഷനൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടഫ്നെസ് ഓഫ് റോഡ് അഗ്രിഗേറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പാക്ട് ടെസ്റ്റാണ്. ഓക്കെ, ഇത് കൂടാതെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ റോഡ് അഗ്രിഗേറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്, അബ്രാഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സ്റ്റോണിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അട്രീഷൻ ടെസ്റ്റാണ്. സോ അത് കൺഫ്യൂഷനായി പോകരുത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർമിസിബിൾ എറർ ഇൻ ചെയിനിങ് ഫോർ മെഷർമെൻറ്റ് വിത്ത് ചെയിൻ ഓൺ റഫ് ഓർ ഹില്ലി ഗ്രൗണ്ടേഴ്സ്. ഓക്കെ, ഇത് നമ്മുടെ ചെയിൻ സർവേയിൽ മെഷർമെൻറ്റ്സിൻ്റെ ആക്യുറസി അഫക്റ്റ് ചെയ്യുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ചെയിൻ്റെ ഗ്രാജുവേഷൻ്റെ ഫൈൻനെസ് എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഗ്രൗണ്ട്, ഓക്കെ, നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അതുപോലെ തന്നെ ടൈം ആൻഡ് മണി അവൈലബിൾ, എന്തുമാത്രം ടൈമും മണി നമ്മുടെ കയ്യിൽ ഉണ്ട്, ആൻഡ് വെതർ കണ്ടീഷൻസ്, അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ആക്യുറസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഏത് വിധേനയാണെങ്കിലും നമുക്ക് കുറച്ച് എറേഴ്സ് നമ്മുടെ മെഷർമെൻറ്റ്സിൽ വരും. അങ്ങനെ വരുന്ന എറേഴ്സിനെ നമ്മൾ ഒരു റേഷ്യോ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു 1/n എന്ന് പറയുന്ന റേഷ്യോ ആയിട്ടാണ് ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ n യൂണിറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് എറർ ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എററിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ എന്നിൻ്റെ വാല്യൂസിനെ നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പർപ്പസ് ഓഫ് സർവേ അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ലിമിറ്റ്, പെർമിസിബിൾ എറർ പറയാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പം ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ മെഷർമെൻറ്റ് വിത്ത് ഇൻവാർഡ് ടേപ്പ്, സ്പ്രിംഗ് ബാലൻസ് ഓർ തെർമോമീറ്റേഴ്സ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എറർ എന്ന് പറഞ്ഞാൽ 1:10,000 വരെ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഫോർ ഓർഡിനറി മെഷർമെൻറ്റ്സ് വിത്ത് സ്റ്റീൽ ടേപ്പ്, പ്ലം ബോബ്സ്, ചെയിൻ പിൻ എക്സെട്ര, അതിൽ നമ്മളൊരു വാല്യൂ പറയുന്നത് 1:1000 വരെ ആകാമെന്നാണ് പറയുന്നത്. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഫോർ മെഷർമെൻറ്റ്സ് വിത്ത് ടെസ്റ്റഡ് ചെയിൻ, പ്ലം ബോബ് എക്സെട്ര, അതും സെയിം പെർമിസിബിൾ എററാണ്, 1:1000 വരെ ആകാം. ഫോർത്ത് കേസ് എന്ന് പറഞ്ഞാൽ ഫോർ മെഷർമെൻറ്റ് വിത്ത് ചെയിൻ അണ്ടർ ആവറേജ് കണ്ടീഷൻസ്, ആ കേസിൽ 1:500 വരെയാണ് പെർമിസിബിൾ എറർ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് കേസാണ് ഫോർ ദ മെഷർമെൻറ്റ്സ് വിത്ത് ചെയിൻ ഓൺ റഫ് ഓർ ഹില്ലി ഗ്രൗണ്ട്, ആ കേസിൽ നമുക്ക് പെർമിസിബിൾ എറർ എന്ന് പറഞ്ഞാൽ 1:250 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, നമ്മൾ റഫ് അല്ലെങ്കിൽ ഹില്ലി ഗ്രൗണ്ടിൽ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള പെർമിസിബിൾ എററാണ്. സോ ആൻസർ ഇസ് 1:250. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഡിഫറൻസ് ഇൻ ലെവൽസ് ഓഫ് ആൻ ഔട്ടർ ആൻഡ് ഇന്നർ എഡ്ജസ് ഓഫ് എ റോഡ് കർവ് ഈസ്.
ഓക്കെ, അപ്പോൾ നമ്മളൊരു വെഹിക്കിൾ ഒരു സർക്കുലർ പാത്ത് അല്ലെങ്കിൽ കേർഡ് പാത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും അതിൽ. അതുകൊണ്ട് നമുക്ക് വെഹിക്കിൾസ് ഓവർടേം ചെയ്യാനോ സ്കിഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഫോഴ്സിനാണ് നമ്മൾ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഫോഴ്സ് ഓവർകം ചെയ്തിട്ട് സേഫ് ട്രാവലിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സൂപ്പർ എലിവേഷൻ ഒരു റേഷ്യോ ആയിട്ടാണ് ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൈറ്റ് ഓഫ് ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ആ ഹൊറിസോണ്ടൽ വിത്ത്, അങ്ങനെ ഒരു റേഷ്യോ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ ഓപ്ഷൻസിലെ എല്ലാ ടൈംസും തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടൈംസാണ്. ഓക്കെ, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലോങ്ജിറ്റ്യൂഡിനൽ സ്ലോപ്പ് ഓഫ് റോഡാണ്. ഓക്കെ, ഇന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു 1/x എന്ന് പറയുന്ന ഒരു റേഷ്യോ ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് എത്ര റൈസ് അല്ലെങ്കിൽ ഫോള് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ കേംപർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാലും നമ്മൾ റോഡ് സർഫസിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഒരു സ്ലോപ്പാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ റെയിൻ വാട്ടർ റോഡ് സർഫസിൽ നിന്ന് ആസ് ക്വിക്ലി ആസ് പോസിബിൾ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കേംപർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും മൂന്നും കൂടെ കൺഫ്യൂസ് ആയി പോകരുത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ മെമ്പർ വിത്ത് സബ് ഡിവൈഡ് എ വിൻഡോ ഓപ്പണിംഗ് ഹൊറിസോണ്ടലി ഈസ്. ഓക്കെ, നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന വിൻഡോയിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ മെമ്പറാണ് വിൻഡോ ഡിവൈഡ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലേ. ചില കേസിൽ നമുക്ക് വിൻഡോനെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യേണ്ട കേസസ് വരും. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള കേസസിൽ നമ്മൾ ആ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെമ്പറാണ് ട്രാൻസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെമ്പർ വിച്ച് ഡിവൈഡ് വിൻഡോ ഓപ്പണിംഗ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ അത് ട്രാൻസമാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ വെർട്ടിക്കൽ മെമ്പറിന് എന്താണ് പറയുന്നത്? അതിൻ്റെ പേരാണ് മുല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസും മുല്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ വിൻഡോയിൽ അതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് മറന്നു പോകരുത്. ഹൊറിസോണ്ടൽ ഡിവിഷൻ യൂസ് ചെയ്യുന്നത് ട്രാൻസം മെമ്പറും വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മുല്യനുമാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷൻസ് കൂടെ നോക്കാം. ജാംസ് ആൻഡ് റിവീൽ. ഓക്കെ, ജാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറ് അല്ലെങ്കിൽ വിൻഡോസ്, ഫയർ പ്ലേസ് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാളിലൊരു ഓപ്പണിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ വാൾ ഓപ്പണിങ്ങിന് ഉള്ള വെർട്ടിക്കൽ സൈഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻസിനെ പറയുന്ന പേരാണ് ജാമ്പ് എന്ന് പറയുന്നത്. ആൻഡ് റിവീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓപ്പണിങ്ങിൽ കൊണ്ട് വിൻഡോ അല്ലെങ്കിൽ ഡോറ് നമ്മൾ പ്ലേസ് ചെയ്ത ശേഷം ആ ജാമ്പിൻ്റെ കുറച്ച് ബാക്കി പോർഷൻ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നു. ആ പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. അപ്പം ജാബ് എന്ന് പറഞ്ഞാലും റിവീൽ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മൾ ഡോർ ഫ്രെയിം ഫിക്സ് ചെയ്യാൻ ഒരു ഓപ്പണിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം കാണുന്ന ആ സൈഡ് വോളിനെയാണ് നമ്മൾ ജാബ് എന്ന് പറയുന്നത്. വിൻഡോ അല്ലെങ്കിൽ ഡോറ് നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം ബാക്കി കാണുന്ന എക്സ്പോസ് പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും കൂടെ തെറ്റിപ്പോകരുത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കനാൽ വാട്ടർ ഫ്ലോസ് അണ്ടർ ദി ഡ്രെയിൻ വാട്ടർ ദാറ്റ് ടൈപ്പ് സ്ട്രക്ചർ ഇസ് കോൾഡ്. ഓക്കെ, നമ്മളൊരു ഇറിഗേഷൻ പ്രൊജക്റ്റിൽ വാട്ടർ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ്വർക്ക്സ് ഓഫ് മെയിൻ കനാൽസ്, ബ്രാഞ്ച് കനാൽസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കനാൽസ് പല പോയിന്റിൽ വെച്ചിട്ടും നാച്ചുറൽ ഡ്രെയിനേജിനെ ക്രോസ് ചെയ്യേണ്ടി വരും. നാച്ചുറൽ ഡ്രെയിനേജ് എന്ന് പറയുമ്പം അത് സ്ട്രീം ആകാം, റിവർ ആകാം. ഓക്കെ, അപ്പോൾ ആ ക്രോസിംഗ് പോയിന്റിൽ നമുക്ക് കനാൽ വാട്ടറും ഡ്രെയിനേജ് വാട്ടറും ഈസി ഫ്ലോ നടക്കണം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്യൂട്ടബിൾ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പം ആ മീറ്റിംഗ് പോയിന്റിൽ ബെഡ് ലെവൽ സെയിം ആവണമെന്നില്ല. അപ്പോൾ ആ ബെഡ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ ഇറിഗേഷൻ കനാലിൽ നമുക്ക് ഡ്രെയിനേജിൻ്റെ താഴത്തൂടെ പാസ് ചെയ്ത് പോകേണ്ട ഒരു കേസ് വരുവാണെങ്കിലും, അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോർമലി സൂപ്പർ പാസേജ് അല്ലെങ്കിൽ സിഫോൺ സൂപ്പർ പാസേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രെയിനേജ് പൊക്കത്തുകൂടെ പോകും. ഇറിഗേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ താഴത്തൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറിഗേഷൻ കനാൽ ഡ്രെയിനേജിൻ്റെ പൊക്കത്തൂടെ പോകുന്ന കേസ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്യൂഡക്റ്റ് അല്ലെങ്കിൽ സിഫോൺ അക്യൂഡക്റ്റ് ആണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് താഴത്തൂടെയും കനാൽ പൊക്കത്തൂടെയും പോകുന്ന കേസ്. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കനാൽ ആൻഡ് ഡ്രെയിനേജ് സെയിം ലെവൽ ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ സ്ഥലത്ത് കൊടുക്കുന്നതാണ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ലെവൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ലെവലിൽ. അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ കോമൺലി കൊടുക്കുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കനാൽ വാട്ടർ ഡ്രെയിൻ വാട്ടറിൻ്റെ താഴത്തൂടെ പോകുന്നു അല്ലേ. കനാൽ വാട്ടർ ഡ്രെയിൻ വാട്ടറിൻ്റെ താഴത്തൂടെ പോകുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സൂപ്പർ പാസേജാണ്.
Okay, next question. The process of roughening the background to provide suitable bond for plastering is called. Okay, നമ്മളൊരു കോൺക്രീറ്റ് സർഫസ് മോസ്റ്റ്ലി സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഫർദർ മെഷീനറി വർക്ക്സ് ചെയ്യണമെങ്കിൽ ആ സ്മൂത്ത് സർഫസിൽ ചെയ്യാൻ പറ്റത്തില്ല. ഫർദർ മെഷീനറി വർക്ക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് വർക്ക് ആവാം, പ്ലാസ്റ്ററിങ് ആവാം, എന്തിനാണെങ്കിലും നമുക്ക് സർഫസ് അവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മളിനി കൊടുക്കുന്ന മോട്ടാറും ആ കോൺക്രീറ്റ് സർഫസുമായിട്ട് ബോണ്ടിങ് ഉണ്ടാവണം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് സർഫസ് റഫാക്കി കൊടുക്കും. റഫാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള സർഫസ് ഇൻഡൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാക്കിംഗ് എന്ന്. ഓക്കെ, ആ ഹാക്കിംഗ് നമ്മൾ ചെയ്യുന്നത് ഹാക്കിംഗ് ഹാമേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗ്രൈൻഡിങ് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു ഡിഫക്റ്റാണ്, പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ഡിഫക്റ്റാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സർഫസ് ചെയ്യുന്ന പ്ലാസ്റ്റർ റിമൂവ് ആയി പോകുന്ന പാച്ചായിട്ട് ചില പോർഷൻസിൽ പ്ലാസ്റ്റർ പൊളിഞ്ഞു പോകുന്ന ഒരു ഡിഫക്റ്റാണ് പീലിംഗ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കോട്ടിങ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഫെയിലിയറാണ് പീലിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്രേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിനിഷ്ഡ് സർഫസിൽ ഇറഗുലർ പാറ്റേൺസിൽ ഹെയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ക്രേസിംഗ് എന്ന് പറയുന്നത്. അത് നോർമലി നമ്മുടെ പ്ലാസ്റ്റർ മിക്സിൽ ഹൈ സിമെൻറ്റ് കണ്ടൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റർ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോവുകയാണെങ്കിലൊക്കെയാണ് നമുക്ക് ഹെയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ഡിഫക്റ്റിനെയാണ് ക്രേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഗേജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാസ്റ്ററിലെ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോസസ് ഓഫ് റഫനിങ് ദ ബാക്ക്ഗ്രൗണ്ട് ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ ബോണ്ട് ഫോർ പ്ലാസ്റ്ററിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹാക്കിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് റവന്യൂ ചെയിൻ ഈസ്. ഓക്കെ, മെയിൻലി നമ്മുടെ ചെയിൻ സർവേയിങ്ങിൽ നമ്മൾ മെയിൻലി 5 ടൈപ്പ് ചെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതും നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, എത്ര ടൈപ്പ് ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി 5 ടൈപ്പ് ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെട്രിക് ചെയിനാണ്. മെട്രിക് ചെയിൻ വൈഡ്ലി യൂസ് ചെയ്യുന്ന ചെയിനാണ്. അത് മെയിൻലി 5, 10, 20 and 30 മീറ്ററിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് 20 meters and 30 meters ചെയിനാണ്. നെക്സ്റ്റ് ഗണ്ടേഴ്സ് ചെയിനിൻ്റെ വേറെ പേരാണ് സർവേയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ. അത് 66 ഫീറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 66 ഫീറ്റ് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത് മൈൽസിലും ഫർലോങ്ങിലും ആണ് ചെയ്യാൻ പറ്റുന്നത് ഗണ്ടേഴ്സ് ചെയിൻ യൂസ് ചെയ്താൽ. അതുപോലെ നമുക്ക് ഏക്കേഴ്സായിട്ട് നമുക്ക് ഏരിയ മെഷർ ചെയ്യാനും നമുക്ക് ഈ ഗണ്ടേഴ്സ് ചെയിൻ യൂസ് ചെയ്താൽ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ആ 66 ഫീറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റവന്യൂ ചെയിനാണ്. റവന്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ 33 ഫീറ്റാണ് ലെങ്ത്. കഡാസ്ട്രൽ സർവേയിൽ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ റവന്യൂ ചെയിനാണ്. ദെൻ ഫോർത്ത് വൺ ഇസ് എഞ്ചിനീയേഴ്സ് ചെയിൻ 100 ഫീറ്റ് ലെങ്തിലാണ് കിട്ടുന്നത്. അവിടെ ഡിസ്റ്റൻസ് നമ്മൾ ഫീറ്റിലും ഡെസിമൽസിലും ഒക്കെ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ബാൻഡ് ചെയിൻ അല്ലെങ്കിൽ സ്റ്റീൽ ബാൻഡ് എന്ന് പറയും. സ്റ്റീൽ ബാൻഡ് നോർമലി 20 and 30 മീറ്ററിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർ മോർ ആക്യുറേറ്റ് വർക്കിനാണ് നമ്മൾ ബാൻഡ് ചെയിൻ യൂസ് ചെയ്യുന്നത്. നോർമലി അത് ചെയിനേക്കാളും കുറച്ച് ലൈറ്റർ ആയിരിക്കും, പക്ഷേ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ള ചെയിനാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റവന്യൂ ചെയിൻ്റെ ലെങ്ത് ആണ്. ഇറ്റ് ഇസ് 33 ഫീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെയ്റ്റ് ഓഫ് 8 mm ഡയമീറ്റർ സ്റ്റീൽ ബാർ ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ കിട്ടുന്നത് നമുക്ക് വെയ്റ്റ് ഓഫ് സ്റ്റീൽ ബാർ പെർ മീറ്റർ ഇൻ കിലോഗ്രാം ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മീറ്റർ ലെങ്ത് ഉള്ളൊരു സ്റ്റീൽ ബാർ എടുക്കുകയാണ് നമ്മളെങ്കിൽ അതിൻ്റെ വെയിറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇക്വേഷൻ ഈസ് W = d²/162. അതിൽ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബാർ ഇൻ mm ആണ്. ഓക്കെ, ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡയമീറ്റർ ഉള്ള ബാറിൻ്റെയും വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് മറക്കരുത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ടേബിൾ കാണാതെ പഠിക്കാം, ഇല്ലെങ്കിൽ ആ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 8 mm ഡയമീറ്റർ ബാറിൻ്റെ വെയിറ്റ് കിട്ടുന്നത് 0.39 kg/m എന്നാണ്. ഞാനിത് ആ ടേബിളിൽ കൊടുത്തിട്ടില്ല, നമുക്ക് ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ് ടേബിളിൽ കൊടുക്കാത്തത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ മറന്നു പോകാതെ ഓർത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് സെയിം ഡിക്ലിനേഷൻ ഇസ് നോൺ ആസ്. അപ്പോൾ അത് നമുക്ക് ഡിക്ലിനേഷൻ എന്താണെന്ന് നോക്കാം. ഡിക്ലിനേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂ മെറിഡിയനും
അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് കോമ്പസ് കാണിക്കുന്ന മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ആംഗിളാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഡിക്ലിനേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രൂ മെറിഡിയൻ അത് നമുക്ക് അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് വഴി എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ട്രൂ മെറിഡിയൻ വെച്ചിട്ട് ആ പ്ലേസിൽ പോയിട്ട് കോമ്പസ് വെച്ചിട്ട് മാഗ്നറ്റിക് മെറിഡിയൻ കൂടെ കണ്ടുപിടിക്കും. ഓക്കെ, എങ്ങനെ നമുക്ക് ആ പ്ലേസിലെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത റീഡിങ്സ് വെച്ചിട്ട് നമുക്ക് സെയിം ഡിക്ലിനേഷൻ വാല്യൂസ് ഉള്ള പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോഗോണിക് ലൈൻ. ഓക്കെ, സെയിം ഡിക്ലിനേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് ഐസോഗോണിക് ലൈൻസ്. ഓക്കെ, നമുക്ക് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റെഗുലർ അല്ലാത്തതുകൊണ്ട് ഈ ലൈൻസ് ഒരു സർക്കിളൊന്നും ഫോം ചെയ്യത്തില്ല. അതൊരു ഇറഗുലർ പാസ്സാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐസോഗോണിക് ലൈൻസിനെ പോലെ തന്നെ നമുക്ക് സീറോ ഡിക്ലിനേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് അഗോണിക് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കുക. സെയിം ഡിക്ലിനേഷൻ ഉള്ള പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ ഐസോഗോണിക് ലൈനും സീറോ ഡിക്ലിനേഷൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നത് കിട്ടുന്നത് അഗോണിക് ലൈനുമാണ്. അപ്പം എക്സാംസിന് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു സംഭവമാണ് ഈ ഡിക്ലിനേഷനും ഡിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആ ആംഗിള് അതൊരു വെർട്ടിക്കൽ ആംഗിളാണ്. ആ ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂലി ഹൊറിസോണ്ടൽ ആയിരിക്കില്ല. അതിന് വെർട്ടിക്കലുമായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിയർ ഇക്വേറ്റർ ഈ മാഗ്നറ്റിക് ലൈൻസ് എർത്ത് സർഫസിനോട് പാരലലായിരിക്കും, ഹൊറിസോണ്ടൽ ലൈൻസ് തന്നെയായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്തോറും നമ്മൾ നോർത്തിലേക്കൊരു ഇൻക്ലിനേഷൻ വരും. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്തോറും സൗത്തിലേക്കൊരു ഇൻക്ലിനേഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡിപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഡിക്ലിനേഷൻ പോലെ തന്നെ നമുക്ക് സെയിം ഡിപ്പുള്ള പോയിൻറ്റ്സിന് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേര് ഐസോക്ലിനിക് ലൈൻസ് എന്നാണ്. അതുപോലെ സീറോ ഡിപ്പ് കിട്ടുന്ന ലൈനിനെ അക്ലിനിക് ലൈൻ എന്നും പറയും. ഇത് രണ്ടും നല്ലപോലെ പഠിച്ച് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡിക്ലിനേഷൻ കാണുമ്പോൾ അതിലും CLI ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ ഐസോക്ലിനിക്കാന്ന് ഓർക്കരുത്. രണ്ടും രണ്ടാണ്. ഡിപ്പിനാണ് നമ്മൾ ക്ലിനിക് എന്നുള്ളൊരു വാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഡിപ്പിന് ഐസോക്ലിനിക്കും ഡിക്ലിനേഷന് ഐസോഗോണിക് ലൈൻസുമാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് സെയിം ഡിക്ലിനേഷൻ ആസ് നോൺ ആസ് എന്ന് പറഞ്ഞാൽ ഐസോഗോണിക് ലൈൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. an example of four centered arches. ഓക്കെ, അപ്പോൾ ആർച്ചിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഷേപ്പിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, എത്ര സെൻറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. വർക്ക്മാൻഷിപ്പ്, അതുപോലെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ 4 ബേസിസിലാണ് നമ്മൾ ആർച്ചിനെ കോമൺലി ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 സെൻറ്റേർഡ് ആർച്ച് ഈ കൂട്ടത്തിൽ വെനീഷ്യൻ ആർച്ചാണ്. ഓക്കെ, നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എന്ന് കാണാം. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് 1 സെൻറ്റേർഡ് ആർച്ചായിട്ട് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് 1 സെൻറ്റേർഡ് ആർച്ചിൽ വരുന്ന കുറച്ച് ആർച്ച് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നതും. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്നത് സെഗ്മെൻറ്റൽ ആർച്ചാണ്. സെഗ്മെൻറ്റൽ ആർച്ചാണ് കോമൺലി നമ്മൾ ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർച്ചാണ്. ഇവിടെ സ്പ്രിങ്ങിങ് ലൈന് താഴത്തായിട്ടാണ് നമ്മൾ സെൻറ്റർ കിട്ടുന്നത്. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ഐദർ സൈഡിലുള്ള സ്പ്രിങ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ ആ സ്പ്രിങ്ങിങ് ലൈന് താഴെയായിട്ടാണ് നമുക്ക് 1 സെൻറ്റേർഡ് സെഗ്മെൻറ്റൽ ആർച്ചിൽ സെൻറ്റർ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്യൂ ബാക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. സ്ക്യൂ ബാക്ക് ഇതിൽ ഇൻക്ലൈൻഡ് ആണ്. അതായത് ഈ ആർച്ചിൽ നിന്ന് അബഡ്മെൻറ്റിലേക്ക് ത്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് 2 സെൻറ്റേർഡ് ആർച്ച്. 2 സെൻറ്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗോതിക് അല്ലെങ്കിൽ പോയിൻ്റ് ആർച്ചാണ്. ഓക്കെ, ഇതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം. 2 സർക്കിൾ ആർക്ക് അപ്പെക്സിൽ പോയി മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ 2 സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 സ്പ്രിങ്ങിങ് ലൈനിൽ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ്
സെൻറ്റേർഡ് ആർച്ച്. 3 സെൻറ്റേർഡ് ആർച്ചിൻ്റെ അകത്ത് വരുന്നത് ഫ്ലോറൻറ്റൈൻ ആർച്ച് ആൻഡ് സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. ഇതിൽ സെമി എലിപ്റ്റിക്കൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 സെൻറ്റേഴ്സും 5 സെൻറ്റേഴ്സും കൊടുക്കാൻ പറ്റുന്ന ഒരു ആർച്ചാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഓക്കെ, സെമി എലിപ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു ആർച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളുള്ള സെമി എലിപ്റ്റിക്കൽ ആർച്ചിന് 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 4 സെൻറ്റേർഡ് ആർച്ച്. 4 സെൻറ്റേർഡ് ആർച്ച് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടു. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വെനീഷ്യൻ ആർച്ചാണ്. വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതിക് ആർച്ചെങ്കിൽ പോയിൻറ്റഡ് ആർച്ചിൻ്റെ 2 സെൻറ്റേർഡ് ആർച്ചിൽ നമ്മൾ കണ്ട ഗോതിക് ആർച്ച് അല്ലെങ്കിൽ പോയിൻറ്റഡ് ആർച്ചിൻ്റെ വേറെ ഫോമാണ് വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അതായത് ഗോതിക് ആർച്ചുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രിങ്ങിങ്സിലുള്ളതിനേക്കാളും ഡീപ്പർ അല്ലെങ്കിൽ ഡീപ്പർ ഡെപ്താണ് ക്രൗണിലുള്ളത്. ഓക്കെ, അതാണ് വ്യത്യാസം വെനീഷ്യൻ ആർച്ചും ഗോതിക് ആർച്ചും തമ്മിൽ. അതുപോലെ തന്നെ 4 സെൻറ്റേഴ്സ് ഉള്ളത് എല്ലാം സ്പ്രിങ്ങിങ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 5 സെൻറ്റേർഡ് ആർച്ച്. 5 സെൻറ്റേർഡ് ആർച്ച് നേരത്തെ പറഞ്ഞിരുന്നു, സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ് 5 സെൻറ്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെൻറ്റേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്ന ആർച്ചസ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു സപ്പോർട്ട് വർക്ക്മെൻ മെറ്റീരിയൽസ് എക്സെട്ര ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ വോള് അല്ലെങ്കിൽ കോളം അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ എന്ത് സ്ട്രക്ചറൽ മെമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അതിൻ്റെ ഹൈറ്റ് ഒരു 1.5 മീറ്ററിന് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ 1.5-ന് മേളിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ വർക്ക്മാനെ അല്ലെങ്കിൽ അതുപോലെ മെറ്റീരിയൽസിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ടെമ്പററി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ടിമ്പർ അല്ലെങ്കിൽ സ്റ്റീൽ ഫ്രെയിം വർക്ക്സ് ആണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെമ്പററി സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിങ് എന്ന്. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ്റെ സമയത്തല്ലാതെ നമ്മൾ റിപ്പയേഴ്സും അതുപോലെ ഡിമോളിഷനൊക്കെ വരുന്ന സമയത്തും നമുക്ക് സ്കഫോൾഡിങ് യൂസ് ചെയ്യാറുണ്ട്. സ്കഫോൾഡിങ് ഉറപ്പായിട്ടും നമ്മുടെ വർക്ക്മെന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഈ സ്കഫോൾഡിങ്ങിൻ്റെ ഹൈറ്റും ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ വർക്ക്മാൻ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ മെറ്റീരിയൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ടെമ്പററി സ്ട്രക്ചർ കൊടുക്കുന്നതിൻ്റെ പേര് സ്കഫോൾഡിങ് എന്നാണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ എന്താണെന്ന് കാണാം. ഷോറിങ്. ഓക്കെ, ഷോറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അൺസേഫ് സ്ട്രക്ചറിനെ ടെമ്പററി സപ്പോർട്ട് ചെയ്യാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് ഷോറിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അൺസേഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മളൊരു വോളിനൊരു ബൾജിങ് ഔട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു കേസിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫൗണ്ടേഷന് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ട് വോളിൽ ക്രാക്ക് കാണുകയാണെന്ന് വെച്ചു, ആ ഒരു കേസിൽ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്ത് വേറെ അഡ്ജസൻറ്റ് സ്ട്രക്ചർ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വോളിലൊരു ഓപ്പണിംഗ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഓപ്പണിങ്ങിനെ എൻലാർജ് ചെയ്യണം. ഈ എല്ലാ കേസുകളിലും നമ്മൾ ആ വോളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ താഴത്ത് ഒരു പുതിയ ഫൗണ്ടേഷൻ കൊടുക്കേണ്ട സമയത്ത്, ഇല്ലെങ്കിൽ നമ്മളൊരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഈ 2 കേസിലും നമ്മളവിടെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കേസസിലാണ് അണ്ടർപിന്നിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കേസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് ഒരു ഷാലോ ഫൗണ്ടേഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഡീപ്പ് ഫൗണ്ടേഷനുള്ള ബിൽഡിങ് പണിയേണ്ടി വന്നാൽ നമ്മുടെ ഷാലോ ഫൗണ്ടേഷനുള്ള ബിൽഡിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് അണ്ടർപിന്നിങ് ചെയ്യേണ്ടി വരും. വേറൊരു കേസ് പറഞ്ഞാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്തിട്ട് വോൾ ക്രാക്ക് ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഫൗണ്ടേഷന് സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ട് വോൾ ക്രാക്ക് ചെയ്താൽ നമ്മൾ ആ വോളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷോറിങ് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പം ഈ ഫൗണ്ടേഷനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമ്മളവിടെ ചെയ്യുന്നത് അണ്ടർപിന്നിങ് ആണ്. തേർഡ് ഒരു കേസ് പറയാനാണെങ്കിൽ നമുക്കൊരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ ഡീപ്പൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യുന്ന ഒരു പുവർ സ്ട്രൈറ്റലാണെന്ന് വെച്ചു. നമുക്കപ്പോൾ അതിനെ ഒരു ഹൈ ബിയറിംഗ് പവറുള്ളൊരു ഡീപ്പർ സ്ട്രാറ്റയിലേക്ക് അതിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് അണ്ടർപിന്നിങ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ ഒരു ബേസ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. ആ കേസിലും നമ്മൾ അണ്ടർപിന്നിങ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ്
ലാസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ടിമ്പറിങ്. ടിമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷന് ട്രെഞ്ചസ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഒന്നെങ്കിൽ നമുക്കിപ്പം ട്രെഞ്ചിൻ്റെ ഡെപ്ത്ത് ലാർജ് ആയിട്ടുള്ള കേസസിൽ, അല്ലെങ്കിൽ സബ് സോയിൽ ലൂസ് ആയിട്ടുള്ള കേസിൽ, ഈ രണ്ട് കേസിലും നമ്മൾ ആ സോയിൽ സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ടിമ്പറിങ് എന്ന് പറഞ്ഞാൽ. ഈ ടിമ്പറിങ്ങിനെ ഷോറിങ് ഓഫ് ട്രെഞ്ചസ് എന്നും പറയാറുണ്ട്. കാരണം നമ്മളിവിടെ ഷോറിങ്ങിൽ ഒരു വോളിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ആ സൈഡിലുള്ള സോയിലിനെ ടിമ്പർ പ്ലാങ്കോ ബോർഡോ സ്ട്രക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ടിമ്പറിങ് ഓഫ് ട്രെഞ്ചസിന് നമ്മൾ ഷോറിങ് ഓഫ് ട്രെഞ്ചസ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോഫ്മാൻ സ്കിൻ ഈസ് യൂസ്ഡ് ഫോർ ബേണിംഗ്. നമ്മൾ ഹോഫ്മാൻ സ്കിൻ എന്തിൻ്റെ ബേണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അത് ബ്രിക്ക് മാനുഫാക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ ബ്രിക്ക് മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഹോഫ്മാൻ ക്ലീൻ. നമ്മൾ അതുകൂടാതെ പുൾ സ്ട്രെഞ്ച് ക്ലീനും ടണൽ ക്ലീനും യൂസ് ചെയ്യാറുണ്ട്. ഹോഫ്മാൻ അല്ലെങ്കിൽ ഫ്ലെയിം ക്ലീൻ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതൊരു ഓവർഗ്രൗണ്ട് സ്ട്രക്ചറാണ്. ബുൾ സ്ട്രെഞ്ച് നമ്മൾ കൂടുതലും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അത് ഫുള്ളി ഓവർഗ്രൗണ്ട് അല്ല, പാർട്ട്ലി പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പാർട്ട്ലി അണ്ടർഗ്രൗണ്ടിലായിരിക്കും. രണ്ട് ക്ലീനിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. ഇനി ടണൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ബ്രിക്ക് മാനുഫാക്ചറിങ് കമ്പോണൻസ് എല്ലാം ഒരു ലോങ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടണലിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര്. ഇനി നമുക്ക് ബേണിംഗ് ഓഫ് ടൈൽസ്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. ബേണിംഗ് ഓഫ് ക്ലീൻസ് എന്ന് പറഞ്ഞാൽ സെയാൽകോട്ട് ക്ലീനിലാണ് നടക്കുന്നത്. ദെൻ ലൈം ബേണിങ് ഇസ് ഡൺ ഇൻ ലൈം ക്ലീൻ. ആൻഡ് ബേണിംഗ് ഓഫ് സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ സിമെൻറ്റ് ബേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നത് റോട്ടറി ക്ലീനാണ്. എ ഗുഡ് ബ്രിക്ക് എർത്ത് കണ്ടെയ്ൻസ് 20 to 30% ഓഫ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മെയിൻലി 5 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കുള്ളത്. സിലിക്ക, അലൂമിന, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യ. ഓക്കെ, നമുക്കിത് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനായിട്ടൊരു കോഡ് ഓർക്കാം. സലീം എന്നൊരു കോഡ് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് സിലിക്ക, അലൂമിന, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യ. ഓക്കെ, സിലിക്ക ഇനി നമുക്ക് ഒരു നല്ല ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് അബൌട്ട് 50 to 60% വേണം. സോ ബ്രിക്കത്തിൽ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കയാണ്. നമ്മുടെ ബ്രിക്കിന് ഒരു യൂണിഫോം ഷേപ്പ് കിട്ടുന്നത് സിലിക്കയുടെ പ്രസൻസ് കൊണ്ടാണ്. അതുപോലെ ബ്രിക്കിൻ്റെ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ സിലിക്ക കണ്ടൻറ്റിനെയാണ്. അലൂമിന എന്ന് പറഞ്ഞാൽ 20 to 30% ആണുള്ളത്. ഓക്കെ, സിലിക്കയാണ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ പോലും അലൂമിനയാണ് നമ്മുടെ ബ്രിക്കിൻ്റെ ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ബ്രിക്കിൻ്റെ മോൾഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് അലൂമിനയാണ്. അടുത്തത് ലൈമാണ്. ലൈം നോട്ട് മോർ ദാൻ 5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈമിന് നമുക്കൊരു ഗുഡ് ഇൻഗ്രീഡിയൻറ്റ് എന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് കൂടെ പറയാം. കാരണം നമ്മുടെ ലൈമിൻ്റെ ഇവിടുത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിക്കയെ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമാണ് ലൈമിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് എക്സസ് ആയി കഴിഞ്ഞാൽ അത് ബ്രിക്കിൻ്റെ മെൽറ്റിങ്ങിന് കാരണമാകും, അതിന് ഷേപ്പ് ലോസ് ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് ലൈം 5%-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 5 to 6% അയൺ ഓക്സൈഡ് വേണം. അയൺ ഓക്സൈഡാണ് നമ്മുടെ ബ്രിക്കിന് റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. അയൺ ഓക്സൈഡ് എക്സസ് ആയാലും ഡെഫിഷ്യൻ്റ് ആയാലും ബ്രിക്കിന് പ്രോബ്ലം ആണ്. എക്സസ് ആയാൽ ബ്രിക്ക് ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി മാറും. അതുപോലെ തന്നെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും ബ്രിക്കിന് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് മഗ്നീഷ്യ അബൌട്ട് 1 to 2% മതി. ബ്രിക്കിനൊരു യെല്ലോ ടിൻറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നത് മഗ്നീഷ്യയാണ്. പിന്നെ ഷ്രിങ്കേജ് പ്രിവെൻറ്റ് ചെയ്യാനും മഗ്നീഷ്യ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഗുഡ് ബ്രിക്ക് എർത്ത് കണ്ടെയ്ൻസ് 20 to 30%. അപ്പം നമ്മുടെ ബ്രിക്കിൽ 20 to 30% ഉള്ളത് എന്താണ്? അലൂമിന ആണ്. ക്വസ്റ്റ്യൻ ഹണി കോമ്പിങ് മീൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹണി കോമ്പിങ് എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റിലാണ് അങ്ങനെ ഒരു ഡിഫക്റ്റ് കേട്ടിട്ടുള്ളത്. പക്ഷേ കോൺക്രീറ്റിൽ ഹണി കോമ്പിങ് എന്ന് പറയുന്ന ഡിഫക്റ്റ് എന്താണ്? ഓക്കെ, നമ്മളൊരു സ്ട്രക്ചറിൽ നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തേക്കും കോൺക്രീറ്റ് എത്തുന്നില്ല എങ്കിൽ അവിടെ ക്യാവിറ്റീസും ഹോളോ പോക്കറ്റ്സും ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഹണി കോമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നോർമലി ഹണി കോമ്പിങ് ഉണ്ടാകുന്നത്? നമ്മുടെ നമ്മുടെ മിക്സിൽ ഫൈൻ മെറ്റീരിയൽ സഫീഷ്യൻ്റ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് അതിനൊരു ഹണി കോമ്പിങ് ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ ഗ്രേഡിങ് ഇൻകറക്റ്റ് ആയിട്ടാണ് ചെയ്തെങ്കിലും ഹണി കോമ്പിങ് ഉണ്ടാക്കാം. ദെൻ പൂവ മിക്സിങ്. നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് ശരിക്കും മിക്സ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഡിഫക്റ്റ് ഉണ്ടാകും. അതുപോലെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ കോമ്പാക്ഷനാണ് കൊടുക്കുന്നതെങ്കിലും കോൺക്രീറ്റ് എല്ലാ പോർഷനിലും എത്താതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്.
പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷനിലുള്ളത് ക്രാക്സ് ഇൻ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു ഇംപ്രോപ്പർ ക്യൂറിംഗ് എന്നാണ്. ഒരിക്കലും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഇംപ്രോപ്പർ ക്യൂറിംഗ് കൊണ്ട് ഹണി കോമ്പിംഗ് എന്നൊരു ഡിഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രാക്സ് ഇൻ പ്ലാസ്റ്ററിംഗ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഗ്രേഡിങ്, അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഹണി കോമ്പിംഗ് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ടിമ്പറിൻ്റെ സീസണിങ് ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ സീസണിങ് കൊണ്ടുണ്ടാവുന്ന ഡിഫക്ട്സിൽ ഒരു ഡിഫക്റ്റിനും ടെക്നിക്കലി ഹണി കോമ്പിംഗ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്രോപ്പർ സീസണിങ് ചെയ്യുന്ന സമയത്ത് ടിമ്പറിൻ്റെ ഇൻറ്റീരിയർ പോർഷനിൽ റേഡിയൽ അല്ലെങ്കിൽ സർക്കുലർ ക്രാക്സ് ഉണ്ടായിട്ട് ഫൈബർ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഡിഫക്റ്റ്, അതിൻ്റെ പേരും ഹണി കോമ്പിംഗ് എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഡിഫക്റ്റ് വരുമ്പോൾ ടിമ്പറിൻ്റെ ഇൻറ്റീരിയർ പോർഷനിൽ റേഡിയൽ അല്ലെങ്കിൽ സർക്കുലർ ക്രാക്സ് ഉണ്ടാകും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഫോർമേഷൻ ഓഫ് സ്വെല്ലിംഗ് ഇൻ ടിമ്പർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് കട്ടിങ് ഓഫ് ബ്രാഞ്ചസ്. അല്ലേ, നമ്മളൊരു ട്രീ വളർന്നിട്ട് ഒന്നെങ്കിൽ അത് ആ ബ്രാഞ്ച് ഒടിഞ്ഞു വീഴാം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഇംപെർഫെക്റ്റ് കട്ടിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഞ്ച് പോകുന്ന സ്ഥലത്ത് ഒരു സ്വെല്ലിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിന് പക്ഷേ റിൻഡ് ഗാൾസ് എന്നാണ് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഫൈബേഴ്സ് ഇൻ വുഡ് ഡ്യൂ ടു ഇംപ്രോപ്പർ സീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലിഡേഡ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു. അലിഡേഡ് അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ അലിഡേഡ് എന്ന് പറയും. ഇത് സ്ട്രേറ്റ് എഡ്ജ് ആണ്. സ്ട്രേറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ റൂളർ അല്ലെങ്കിൽ സ്കെയിൽ എന്നൊക്കെ കോമൺലി പറയുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ സ്ട്രേറ്റ് എഡ്ജ് ആണ്. അതിന് ഇറ്റ് ഹാസ് സം ഫോം ഓഫ് സൈറ്റിംഗ് ഡിവൈസ്. ഓക്കെ, ഇപ്പം അലിഡേഡ് അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ അലിഡേഡ് എന്ന് പറയാൻ കാര്യം നമ്മളിത് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ അലിഡേഡും ടെലസ്കോപ്പിക് അലിഡേഡും. ഇപ്പം നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ പ്ലെയിൻ അലിഡേഡ് എന്ന് വെച്ചാൽ സിമ്പിൾ ഫോമാണ്, ഓർഡിനറി വർക്കിന് യൂസ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ അല്ലെങ്കിൽ വുഡൻ റൂളായിരിക്കും വിത്ത് 2 വെയിൻസ് അറ്റ് 2 ends. ഓക്കെ, ഒരു വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നാരോ സ്ലിറ്റ് കാണും, അതിന് സൈഡ് വെയിൻ എന്നാണ് പറയുന്നത്. അതർ വൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിരിക്കും, അതിൻ്റെ നടുക്കൊരു ഹെയർ അല്ലെങ്കിൽ ഒരു തിൻ വയർ കാണും, അതിനെയാണ് ഒബ്ജക്റ്റ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 വെയിനും കൊണ്ട് നമുക്കൊരു കറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് കിട്ടും. അപ്പം ഇത് നമ്മൾ പ്ലെയിൻ ടേബിൾ ഷീറ്റിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ആണ് നമ്മൾ ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഫിഡ്യൂഷ്യൽ എഡ്ജ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടൈം. ഫിഡ്യൂഷ്യൽ എഡ്ജിൽ കൂടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. അപ്പം ഈ പ്ലെയിൻ ടേബിൾ അലിഡേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹിൽ ഏരിയാസിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിൻ്റെ അവിടെ ഈ ഹിൽ ഏരിയാസിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ലൈൻ ഓഫ് സൈറ്റിൽ ഇൻക്ലിനേഷൻ വരും. ആ സമയത്ത് നമുക്ക് ഈ പ്ലെയിൻ അലിഡേഡ് യൂസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെലസ്കോപ്പിക് അലിഡേഡ്. അപ്പം അവിടെ നമുക്ക് ഈ ടെലസ്കോപ്പിൻ്റെ യൂസ് കാരണം നമുക്ക് ഇൻക്ലൈൻഡ് സൈഡ്സ് വരെ കിട്ടും. പ്ലെയിൻ അലിഡേഡിനേക്കാളും ആക്യുറസിയും കൂടുതലായിരിക്കും. അതുപോലെ റേഞ്ച് ഓഫ് സൈഡ്സും കൂട്ടാൻ നമുക്ക് ടെലസ്കോപ്പിക് അലിഡേഡ് യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. അപ്പം അലിഡേഡ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഒബ്സർവ് ദി ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെൻറ്ററിങ് ദ പ്ലെയിൻ ടേബിൾ. അപ്പം നമുക്കൊരു ഷീറ്റിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നമുക്ക് ഗ്രൗണ്ടിലുള്ള സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോയി നമുക്ക് ടേബിൾ സെൻറ്റർ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൗണ്ടിലുള്ള ഒരു പോയിൻറ്റിനെ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്ലംബിംഗ് ഫോർക്ക് എന്നാണ് പറയുന്നത്. പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ പിൻ ഷേപ്ഡ് ഒരു മെറ്റൽ ഫ്രെയിം ആയിരിക്കും. അതിൻ്റെ ലോവർ ആമിൽ നിന്നൊരു പ്ലം ബോബ് കൂടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ പ്ലെയിൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അതിനെ സെൻറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ചെക്കിങ് ഹൊറിസോണ്ടൽ ലെവൽ. ഇപ്പം നമ്മൾ പ്ലെയിൻ ടേബിൾ പ്രോപ്പർലി ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്തിട്ടാണ്. ലെവൽ ട്യൂബുലാറായിട്ടോ സർക്കുലറായിട്ടൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും അതിൻ്റെ സെൻറ്ററിൽ ഒരു ബബിൾ ഉണ്ടാവും. നമ്മളത് കൊണ്ടുപോയി ടേബിളിൽ വെച്ചിട്ട് അത് ട്രൂലി ലെവലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ബബിൾ സെൻറ്ററിൽ വരുന്ന കേസിലാണ് അത് നമുക്ക് ട്രൂലി ലെവൽ എന്ന് പറയാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് നോർത്ത് ഡയറക്ഷൻ. അപ്പം നമ്മൾ നോർമലി നോർത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കോമ്പസാണ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്ലെയിൻ ടേബിളിലെ മാഗ്നറ്റിക് നോർത്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പസിൻ്റെ പേര് ട്രഫ് കോമ്പസ് എന്നാണ്. അതിൻ്റെ ലോങ്ങർ സൈഡ്സ് പാരലലും ഫ്ലാറ്റും ആയിരിക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടേബിളിൽ ഷീറ്റിൽ കൊണ്ടുവച്ചാൽ അതിനെ ഒരു റൂളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഡയറക്ഷൻ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ഓറിയൻറ്റ് ചെയ്യാനായിട്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്
അങ്ങനെ ഒരു ലോങ് സൈഡ് പാരലായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോർ ഫ്രെയിംസ് ആർ കണക്റ്റഡ് ടു ദ വോൾ ബൈ. അപ്പം നമ്മൾ ഡോർ ഫ്രെയിംസ് വോളിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാസ്റ്റനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഹോൾഡ് ഫാസ്റ്റ് എന്നാണ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇസഡ് ഷേപ്പ് ബെൻഡ് ആയിട്ടുള്ളൊരു മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റാണ്. അതിൻ്റെ നോർമലി അതിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഡോർസിൽ വേണ്ട ഹോൾഡ് ഫാസ്റ്റ് നമ്പറിന് കുറേ IS റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഡോറിൻ്റെ കേസിൽ മിനിമം 3 on ഈച്ച് സൈഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിൻഡോസിൻ്റെ കേസിലാണെങ്കിൽ അപ് ടു 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളൊരു വിൻഡോ ആണെങ്കിൽ 1 on ഈച്ച് സൈഡാണ് കൊടുക്കുന്നത്. മോർ ദാൻ 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 2 on ഈച്ച് സൈഡ് കൊടുക്കും. ഡോർ ഫ്രെയിംസ് വോളിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഹോൾഡ് ഫാസ്റ്റ്. പിന്നെ ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വസ്തുക്കളെ അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാസ്റ്റനിങ്. അതിനൊരു ലിമിറ്റഡ് മൂവ്മെൻറ്റ് അലൗ ചെയ്തുകൊണ്ട് അതിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡോർസ് അല്ലെങ്കിൽ വിൻഡോ ഷട്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഹിഞ്ചസ് യൂസ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിഞ്ചസ് അവൈലബിൾ ആണ്. ഈ ഫിഗറിൽ കാണുന്ന ഇത് ബട്ട് ഹിഞ്ചാണ്. ബട്ട് ഹിഞ്ച് നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോ ഷട്ടേഴ്സിനെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഹിഞ്ചാണിത്. നെക്സ്റ്റ് ബോൾട്ട്. ബോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡോറിൻ്റെ, വിൻഡോസിൻ്റെ, ഗേറ്റിൻ്റെ ഒക്കെ ഷട്ടർ ആണെങ്കിലും ആ പൊസിഷനിൽ കീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് ആ പൊസിഷനിൽ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അൽഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബോൾട്ടാണ്. നമ്മൾ കോമൺലി എക്സ്റ്റേണൽ ഡോർസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോൾട്ടാണ് അൽഡ്രോപ്പ് ബോൾട്ട്. അൽഡ്രോപ്പ് ബോൾട്ടാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാങ്കൈൻസ് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഏത് സ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷനാണ് ഫൗണ്ടേഷൻ ഡെപ്ത്ത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റാങ്കൈൻസ് ഫോർമുല അല്ലെങ്കിൽ റാങ്കൈൻ തിയറി ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മിനിമം ഡെപ്ത്ത് ഓഫ് ഫൗണ്ടേഷനാണ്. മിനിമം ഡെപ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. DF = Q by gamma into 1 - sin phi by 1 + sin phi the whole square. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. കുറേ PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ, കറക്റ്റ് ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഇതിൽ DF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മിനിമം ഡെപ്താണ്. അത് മീറ്ററിലാണ് നമുക്ക് കിട്ടുന്നത്. Q എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്, ആ ഫൂട്ടിങ്ങിനിടയിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് അല്ലെങ്കിൽ ആ സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻ kN per meter ആണ് കിട്ടുന്നത്. ഗാമ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലാണ്. അതുപോലെ സൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിപ്പോസ് ഇൻ ഡിഗ്രീസ്. ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സോയിൽ പൈല്, അല്ലെങ്കിൽ സോയിലാവട്ടെ എന്ത് മെറ്റീരിയൽ ആവട്ടെ സ്ലംപിങ് നടക്കാതെ നമുക്കത് പൈൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റീപ്പസ്റ്റ് ആംഗിളിനെയാണ് ഇവിടെ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നോർമലി ആംഗിൾ ഓഫ് റിപ്പോസിൻ്റെ വാല്യൂ 0° to 90° ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റാങ്കൈൻ ഫോർമുല നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. Okay, next question. The portion of support on which the first voussoir of arch placed. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആർച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആർച്ച് ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെഡ് ഷേപ്ഡ് മേസണറി യൂണിറ്റിനെയാണ് നമ്മൾ വൂസ്വാർ എന്ന് പറയുന്നത്. അത് സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിക്ക് യൂണിറ്റ് ആവാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് വൂസ്വാർ. ഓക്കെ, ആ ഫസ്റ്റ് വൂസ്വാർ സപ്പോർട്ടിൻ്റെ ഒരു പോർഷനിൽ ചെന്ന് ടച്ച് ചെയ്യാറുണ്ട്. ആ ടച്ച് ചെയ്യുന്ന പോർഷനെ പറയുന്നത്, അപ്പം അത് ഫിഗറിൽ നോക്കി ഈ പോർഷനായിട്ട് വരും. ആ പോർഷന് പറയുന്ന പേരെന്താണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതിന് പറയുന്നത് സ്ക്യൂ ബാക്ക് എന്നാണ്. അതായത് സപ്പോർട്ടിൽ ആർച്ചിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഒരു സ്പ്ലേഡ് സർഫസ് നമ്മൾ കൊടുക്കും. അതിനെയാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. നമ്മളിപ്പോൾ ആ സപ്പോർട്ടിന് ആർച്ച് ചെന്ന് റിസീവ് ചെയ്യുന്ന ആ സപ്പോർട്ടിന് പറയുന്ന പേരാണ് അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർച്ചിൽ ഏറ്റവും ഹയസ്റ്റ് പോർഷൻ, ആർച്ചിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോർഷന് പറയുന്ന പേരാണ് ക്രൗൺ എന്ന്. ആ ക്രൗണിനും ഈ സ്ക്യൂ ബാക്കിനും ഇടയ്ക്ക് ഉള്ള ആർച്ചിൻ്റെ പോർഷനിൽ ലോവർ ഹാഫ് പോർഷൻ, ആ ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്.
ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോഫിറ്റ് ആണ്. സോഫിറ്റ് നമ്മൾ പറയുന്നത് ഒരു ആർച്ചിൻ്റെ ഇന്നർ സർഫസിനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇന്നർ സർഫസ് അല്ലെങ്കിൽ അണ്ടർ സർഫസ് ഓഫ് എൻ ആർച്ച് എന്നൊക്കെ പറഞ്ഞാൽ അത് സോഫിസ് തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച്. ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻട്രഡോസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഔട്ടർ കർവ് ഓഫ് എൻ ആർച്ചിനെ നമ്മൾ എക്സ്ട്രഡോസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇൻട്രഡോസ് ഇല്ല നമ്മുടെ ഓപ്ഷനിലെങ്കിൽ നമുക്കവിടെ സോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫിറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഔട്ടർ കർവ് ഓഫ് എൻ ആർച്ചും ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ പോയിൻറ്റ്സ് ഒന്നും തന്നെ മറന്നു പോകരുത്. ആൻ എക്സാമ്പിൾ ഓഫ് ലെങ്തനിങ് ജോയിൻറ്റ് ഈസ്. ഓക്കെ, ഇപ്പം നമ്മൾ കാർപ്പൻട്രി അല്ലെങ്കിൽ ഒരു വുഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് അതിൻ്റെ അകത്ത് വരും. ഈ ജോയിൻറ്റ്സിനെല്ലാം കൂടെ ഒരു 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലെങ്തനിങ് ജോയിൻറ്റ്. ആ ലെങ്തനിങ് ജോയിൻറ്റിൻ്റെ വേറെ പേരുകളെന്ന് പറഞ്ഞാൽ സ്പ്ലൈസ്ഡ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ജോയിൻറ്റ് എന്നാണ്. ഇപ്പോൾ ലെങ്തനിങ് ജോയിൻറ്റിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അത് നമ്മൾ ഒരു വുഡ് മെമ്പറിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ആ ജോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി ഇത് ടൈസിലും സ്ട്രക്റ്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ലെങ്തനിങ് ജോയിൻറ്റ് അതിൻ്റെ ഒരു 4 ടൈപ്പ് ജോയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വൈഡനിങ് ജോയിൻറ്റ് അല്ലെങ്കിൽ അതിനെ സൈഡ് ജോയിൻറ്റ് അല്ലെങ്കിൽ ബോർഡിങ് എന്നൊക്കെ പറയും. നമ്മുടെ ബോർഡിൻ്റെയും പ്ലാങ്ക്സിൻ്റെയൊക്കെ വിഡ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് വൈഡനിങ് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. നോർമലി വുഡൻ ഡോർസ്, ഫ്ലോർസ് ഒക്കെ ഫ്ലോർസിലൊക്കെയാണ് നമ്മളിത് വൈഡനിങ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഒരു 11 ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് വൈഡനിങ് ജോയിൻറ്റ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. തേർഡ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് ബിയറിംഗ് ജോയിൻറ്റ്. ബിയറിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മെമ്പേഴ്സിനെ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടാനായിട്ട് റൈറ്റ് ആംഗിൾസിൽ മീറ്റ് ചെയ്യേണ്ട സമയത്ത്, റൈറ്റ് ആംഗിൾസിൽ മീറ്റ് ചെയ്യുന്നത് 2 മെമ്പേഴ്സ് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യണമെങ്കിലാണ് അവിടെ നമ്മൾ ബിയറിംഗ് ജോയിൻറ്റ് കൊടുക്കുന്നത്. അതും ഒരു 11 ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് ഉണ്ട്. ഫോർത്ത് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിംഗ് ജോയിൻറ്റ്സ്. ഫ്രെയിമിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഡോർസ്, വിൻഡോസ്, വെൻറ്റിലേറ്റേഴ്സിൻ്റെയൊക്കെ ഫ്രെയിംസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിമിംഗ് ജോയിൻറ്റ്. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരെന്ന് പറഞ്ഞാൽ കോർണർ ജോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ആംഗിൾ അല്ലെങ്കിൽ കോർണർ ജോയിൻറ്റ്. അപ്പോൾ നമുക്കൊരു 2 മെമ്പേഴ്സ് ചേർത്തിട്ട് ഒരു കോർണർ അല്ലെങ്കിൽ ഒരു ആംഗുലർ എഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ആംഗിൾ അല്ലെങ്കിൽ കോർണർ ജോയിൻറ്റ്സ്. നോർമലി ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അതിലൊരു 10 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് എന്ന് വെച്ചാൽ ഒബ്ലിക് ഷോൾഡേർഡ് ജോയിൻറ്റ്. ആ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ലിക് ജോയിൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 മെമ്പേഴ്സ് ഒരു ഒപ്റ്റ്യൂസ് അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ആംഗിളിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളൊരു ട്രസ് കൺസ്ട്രക്ഷൻ്റെ കേസിൽ നമുക്ക് മെമ്പേഴ്സ് അവിടെ ഒബ്ലീക്ലി ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത് അല്ലേ, മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ കൊടുക്കുന്നതാണ് ഈ ഒബ്ലിക് ഷോൾഡേർഡ് ജോയിൻറ്റ്സ്. അതും ഒരു 5 ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കോക്ക്ഡ് ജോയിൻറ്റ്. കോക്ക്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പർ മെമ്പറിലൊരു സ്മോൾ നോച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ലോവർ മെമ്പറിലും നോച്ച് ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ഒരു സെൻട്രൽ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ടായിരിക്കും ആ നോച്ച് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സെൻട്രൽ പ്രൊജക്ഷനെയാണ് നമ്മൾ കോഗ് എന്ന് പറയുന്നത്, COG കോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 മെമ്പേഴ്സ് റൈറ്റ് ആംഗിളിലാണ് മീറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതൊരു ബിയറിംഗ് ജോയിൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹൗസ്ഡ് ജോയിൻറ്റ്. ഹൗസ്ഡ് ജോയിൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഒരു മെമ്പറിൻ്റെ എൻറ്റയർ തിക്നെസ് നമ്മൾ മറ്റൊരു വുഡൻ പീസിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതും 2 മെമ്പേഴ്സ് നമ്മൾ റൈറ്റ് ആംഗിളിലാണ് മീറ്റ് ചെയ്യുന്നത്. അതും ഒരു ബിയറിംഗ് ജോയിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ബ്രിഡിൽ ജോയിൻറ്റ്. ബ്രിഡിൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വുഡ് ട്രസ്സസിലൊക്കെ നമുക്ക് സ്ട്രക്റ്റിൻ്റെയും ടൈസിൻ്റെയൊക്കെ ജംഗ്ഷനിലാണ് നമ്മൾ ബ്രിഡിൽ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു പീസിൻ്റെ എൻഡിൽ ഒരു മോട്ടേഴ്സ് കട്ട് ചെയ്യും. എന്നിട്ട് അടുത്ത പീസിൽ അതിന് ആ മോട്ടേഴ്സിന് പാരലായിട്ടൊരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടെനൻ എന്ന് പറയും, ടെനൻ കാണും. അത് ആ മോട്ടേഴ്സും ടെനനും യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഒരു ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മറ്റു 2 കേസിലെ പോലെ തന്നെ മെമ്പേഴ്സ് റൈറ്റ് ആംഗിളിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഒരു ബിയറിംഗ് ജോയിൻറ്റ് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ സ്കാർഫ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സ്പ്ലൈസ്ഡ് ജോയിൻ്റ് ആണ്. സ്കാർഫ് അല്ലെങ്കിൽ സ്പ്ലൈസ്ഡ് ജോയിൻ്റ് എന്ന്.
ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പീസിൽ നമ്മൾ കുറച്ച് എൻഡ് പ്രൊജക്ഷൻസ് കൊടുക്കും. ആ എൻഡ് പ്രൊജക്ഷൻസ് പല ഷേപ്പിൽ വരും. എൻഡ് പ്രൊജക്ഷൻസ് കൊടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്രഷന് അനദർ പീസിൽ കൊടുക്കും. എന്നിട്ട് ഈ രണ്ട് മെമ്പേഴ്സും കൂടെ നമ്മൾ ബോൾട്ടോ സ്ട്രാപ്പോ ഫിഷ് പ്ലേറ്റ് കീസൊക്കെ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്ത് വെക്കുന്ന അങ്ങനെ ഒരു ജോയിൻ്റാണ് സ്കാർഫ് അല്ലെങ്കിൽ സ്പ്ലൈസ്ഡ് ജോയിൻറ്റ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു മെമ്പറിന് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൻ എക്സാമ്പിൾ ഓഫ് ലെങ്തനിങ് ജോയിൻ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ എന്താണ്? സ്കാർഫ് ജോയിൻ്റ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡാപ്പ് പ്രൂഫിങ്. അപ്പോൾ ഡാപ്പ് പ്രൂഫിങ്ങിന് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്താൽ അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സിലൊന്നാണ് അത് ഡ്രൈ ആയിട്ട് റിമൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വോളിലോ റൂഫിലോ ഫ്ലോറിലോ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന മോയ്സ്ചർ ചെയ്യുന്നത് ഫ്രീ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡാംപ്നെസ് അങ്ങനെ ഉണ്ടാകുന്ന ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ കമ്പോണൻസിൻ്റെ സ്ട്രെങ്ത് റിഡക്ഷനും അതുപോലെ അൺഹൈജീനിക് കണ്ടീഷനൊക്കെ കാരണമാകും. സോ അപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം തന്നെയാണ് ഡാംപ് പ്രൂഫിങ് അല്ലെങ്കിൽ ഡാംപ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. മെയിൻലി 6 മെത്തേഡ്സ് ആണ് ഡാംപ് പ്രൂഫിങ്ങിനായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഡാംപ് പ്രൂഫിങ്. മെംബ്രെയിൻ ഡാംപ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസ് ഓഫ് DPC ഡാംപ് പ്രൂഫ് കോഴ്സ് തന്നെയാണ് മെംബ്രെയിൻ ഡാംപ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഡാംപ് പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ ഒരു വാട്ടർ റിപ്പല്ലൻ്റ് മെംബ്രെയിൻ നമ്മൾ ഈ സോഴ്സ് ഓഫ് ഡാംപ്നെസ്സിനും നമ്മുടെ ബിൽഡിംഗ് പാർട്ടിനും ഇടയ്ക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡാംപ് പ്രൂഫ് കോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ബിറ്റുമീൻ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പൊളിത്തീൻ ഷീറ്റ്സ്, മെറ്റൽ ഷീറ്റ്സ്, സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ നമ്മൾ DPC ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ഡാംപ് പ്രൂഫിംഗ്. ഇൻറ്റഗ്രൽ ഡാംപ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടൻ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് കോൺക്രീറ്റ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കോൺക്രീറ്റിനെ ഇംപെർമിയബിൾ ആക്കും. അത് ഒന്നെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് വോയിഡ്സിനെ ഫില്ല് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആകും. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ചോക്ക്, ടാൽക്ക്, ഫുള്ളേഴ്സ് എർത്ത് പോലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കോൺക്രീറ്റുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്തിട്ട് അതിനെ വാട്ടർ പ്രൂഫ് ആക്കുന്ന മെറ്റീരിയൽസ് ആവാം. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അലൂമിനിയം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചുമ്മാ കോൺക്രീറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് വാട്ടർ റിപ്പലൻ്റ് ആക്കണം. അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ചുമ്മാ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സോപ്പ്, പെട്രോളിയം ഓയിൽസ് ഒക്കെയാണ്. പിന്നെ നമുക്ക് അല്ലാതെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സും ഉണ്ട്. പെർമോ, സിലിക്കോ എന്നൊക്കെ പറയുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തേതാണ് സർഫസ് ട്രീറ്റ്മെൻറ്റ്. സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ റിപ്പലൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ കുറച്ച് ലെയേഴ്സ് നമ്മൾ സർഫസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വാട്ടർ റിപ്പലൻ്റ് മെറ്റാലിക് സോപ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പോയിൻറ്റിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാം. അതാണ് സർഫസ് ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷനാണ്. ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ്റെ എഫക്റ്റീവ് മെത്തേഡാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മെയിൻ വാള് ഒരു ഔട്ടർ സ്കിൻ വാൾ വെച്ച് ഷീൽഡ് ചെയ്യും. അപ്പം അതങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെയിൻ വാളിൻ്റെ ആ ഔട്ടർ സ്കിൻ വാളിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ലീവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഫിഫ്ത്ത് മെത്തേഡ് ഇസ് ഗണൈറ്റിങ്. ഗണൈറ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ എക്സ്പോസ്ഡ് സർഫസിലേക്ക് നമ്മളൊരു സിമെൻറ്റ് മോട്ടാർ, ഒരു റിച്ച് സിമെൻറ്റ് മോട്ടാറിൻ്റെ ഒരു ഇംപർവിയസ് ലെയർ പ്രഷറിലങ്ങ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഗണൈറ്റിങ് എന്ന് പറഞ്ഞാൽ. നോർമലി നമ്മൾ 1:3 സിമെൻറ്റ് സാൻഡ് മിക്സാണ് ഗണൈറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ഇസ് പ്രഷർ ഗ്രൗട്ടിങ്. പ്രഷർ ഗ്രൗട്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് പ്രഷറിൽ സ്ട്രക്ചറിലുള്ള ക്രാക്ക് വോയിഡ്സ് ഫിഷേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലുള്ള വോയിഡ്സിലേക്കൊക്കെ നമ്മൾ പ്രഷറിൽ സിമെൻറ്റ് ഗ്രൗട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രഷർ ഗ്രൗട്ടിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പം സോയിലിലേക്കും സ്ട്രക്ചറിലേക്കും ചെയ്യുന്ന വഴി നമുക്ക് ഫൗണ്ടേഷൻ കൂടെ അല്ലെങ്കിൽ സബ് സ്ട്രക്ചറിൽ കൂടെയുള്ള വാട്ടർ സീപ്പേജ് എല്ലാം തടയാൻ പറ്റും. അപ്പം ഇതാണ് മെയിൻലി ഡാംപ് പ്രൂഫിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതുപോലെ തന്നെ നമുക്ക് സീസണിങ് അറിയാം. സീസണിങ് നമ്മൾ ചെയ്യുന്നത് ടിമ്പറിനാണ്. ടിമ്പറിലുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സീസണിങ്. സോ അതൊരു ഡാംപ് പ്രൂഫിംഗ് മെത്തേഡ് അല്ല. Okay, this is the end of second video.
ഇനിയും വീഡിയോസ് ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.